എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു എവ്രി വൺ. ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് കേൾക്കുന്നവരോടും ഇന്ന് നിങ്ങളോടും എന്റെ മുമ്പിൽ ഇരിക്കുന്നവരോടുള്ള ഒരു പ്രത്യേക എന്താ പറയാ റിക്വസ്റ്റ് പറയുകയാണ്. 2 ദിവസം ക്ലാസ് ഉണ്ടായില്ല. കാരണം നെറ്റിന്റെ ആദ്യത്തെ ദിവസം ക്ലാസ് ഇവിടെ എടുത്തിരുന്നു, പക്ഷെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നെറ്റിന്റെ വിഷയം കൊണ്ട് നമുക്ക് ക്ലാസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് വീഡിയോ യൂട്യൂബിലേക്ക് വന്നില്ല. 2 ദിവസം ഗ്യാപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ പൂർവാധികം ശക്തമായി തന്നെ ക്ലാസ്സുകൾ യൂട്യൂബിലെ ഇവിടുത്തെ സൂം സെഷൻസ് നടക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു പോകാം. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ വാട്സപ്പ് ക്ലാസ്, ചെറിയ മിനി 7 ടെക്നിക്സിന്റെ വാട്സപ്പ് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 1111 രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ടുള്ള 7 ടെക്നിക്സുകൾ മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ് ഇന്ന് 10-ാം തീയതി പറഞ്ഞിരുന്നു. 10-ാം തീയതി തന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു ജീവിത വിജയത്തിന്റെ രഹസ്യത്തിന്റെ ക്ലാസ് 10-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പൊ ക്ലാസ് ഇന്ന് നമ്മൾ അതിന്റെ ഡിസ്കഷൻ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ആ ക്ലാസ് തുടങ്ങുന്നതല്ല, ആദ്യം ഡിസ്കഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ആളുടെ വിഷയങ്ങൾ കേട്ടതിന് ശേഷം അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന്റെ ക്ലാസ് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് പ്രകാരം ഇന്നിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ഡിസ്കഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ 1-2 ദിവസം കൊണ്ട് അതിന്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ഡിസ്കഷൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആയിരിക്കും ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. 2-3 ദിവസം കൊണ്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ജീവിത വിജയത്തിന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തവരെല്ലാവരും എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. കാരണം നിങ്ങൾ ഫുൾ പേയ്മെന്റ് വന്നതിന് ശേഷം മാത്രമേ ക്ലാസ് നമുക്ക് അടക്കാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഇപ്രാവശ്യം അങ്ങനെയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞേ. കാരണം കോച്ച് പ്രോഗ്രാമും അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, നമ്മൾ നടത്തിയ എല്ലാ പ്രോഗ്രാമിനും ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ പൈസ തരാതെ പോയിട്ടുണ്ട്. GST അടക്കം അത് വലിയ വിഷയമായിരുന്നു. അതുകൊണ്ട് ഫുൾ പേയ്മെന്റ് വന്നതിന് ശേഷം ക്ലാസ് തുടങ്ങുന്നുള്ളൂ. അപ്പൊ എല്ലാവരും അതിൽ ബാക്കിയുള്ള പേയ്മെന്റും കൂടി അടച്ച് എത്രയും പെട്ടെന്ന് വരാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ജീവിത വിജയത്തിന്റെ രഹസ്യം. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ എന്ന് പറയാണ്. മൂന്നാമതായി പറയാനുള്ള കാര്യം, നമ്മൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ അല്ലെ, എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന ഫുൾ മൂൺ മെഡിറ്റേഷൻ നല്ല റിസൾട്ടുകൾ തന്നെ. നമ്മുടെ എനർജിയെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സൽ എനർജിയുമായി അലൈൻ ചെയ്യുക, അല്ലെങ്കിൽ എനർജിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഏറ്റവും നമ്മുടെ എന്താ പറയാ പരമ്പരാഗതമായ മെത്തേഡാണ് ഇപ്പോൾ പൗർണമി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, പൗർണമി ധ്യാനം എന്ന് പറയുന്നത്. അത് നമ്മൾ തിങ്കളാഴ്ചയാണ് അല്ലെ, തിങ്കളാഴ്ചയല്ലേ ഡേറ്റ് പൗർണമി? ഈ പ്രാവശ്യം പൗർണമി തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ചയാണോ? ഒന്ന് ജസ്റ്റ് നോക്കണം. തിങ്കളാഴ്ച എന്നാണ് എൻ്റെ ഓർമ്മ. തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച രാത്രി 10 മണിക്കായിരിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി 10 മണിക്കായിരിക്കും നമ്മൾ ഉണ്ടാവുന്നത്. അപ്പോൾ പൗർണമി മെഡിറ്റേഷൻ ജോയിൻ ചെയ്യുന്നവരെല്ലാവരും ജോയിൻ ചെയ്തോളൂ. അതിന്റെ ഫീസ് കഴിഞ്ഞ പ്രാവശ്യം എത്ര രസീത് വാങ്ങിച്ചാൽ അത് സെയിം തന്നെയാണ്, കൂടുതലൊന്നുമില്ല അല്ലെ. എമൗണ്ട് ഒന്ന് എഴുതിയിട്ട് രസീത് എനിക്ക് മറന്നുപോയി. 222 രൂപ മാത്രമാണ്. അപ്പൊ അത് ജോയിൻ ചെയ്യുന്നവർ ഇപ്പൊ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. മറ്റന്നാളാണല്ലോ തിങ്കളാഴ്ച. അപ്പൊ ഞാൻ തിങ്കളാഴ്ച രാവിലെയാണ്, ഏർലി മോർണിംഗ് തിരിച്ച് അബുദാബിയിലെത്തും. നാളെ വൈകിട്ട് നമുക്ക് 122 അല്ലെ 222 അല്ലെ 222 ആണ്. ഓക്കെ. അപ്പോ അത് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നെല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 122 ആളുകളാണ് കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, ഫൈൻ. അത്രയും ആൾക്കാർ ഉണ്ടാവണം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സന്തോഷ വർത്തമാനം നമ്മൾ അറിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു വിരാമം സംഭവിച്ചിരിക്കുന്നു. വെടിനിർത്തൽ കരാറ് വന്നിരിക്കുന്നു എന്നുള്ള ഒരു യുദ്ധം പൂർണ്ണമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല, നമ്മൾ തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലായത്. എന്നാലും നമ്മൾ അതിന് പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ, ഞാൻ അതിനെ പ്രത്യേകിച്ച് പരാമർശിക്കാൻ കാരണം വെച്ചാൽ, നമ്മൾ ജൂണിൽ ഒരു ലൈവ് പ്രോഗ്രാമിനെ പറ്റി പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ പറയാതിരുന്നത് ഈ യുദ്ധത്തിന്റെ ഒരു സംഭവം ഇങ്ങനെ പതുക്കെ കൊണ്ടുകൊണ്ടാണ് നിങ്ങളോട് ആരോട് അനൗൺസ് ചെയ്യാതിരുന്നത്. ജൂൺ 1-ാം തീയതി നമ്മൾ കൊച്ചിയിൽ വെച്ചൊരു ലൈവ് പ്രോഗ്രാം നടത്താം എന്നുള്ള ആലോചനയുണ്ട്. അപ്പൊ ആലോചന കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ആൾക്കാർ വന്നാൽ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. ഷോർട്ട് ടൈം വളരെ കുറച്ചേ ഉള്ളൂ. 10-ാം തീയതി ആയി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാം നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് ഇപ്രാവശ്യം ലൈവ് പ്രോഗ്രാം വെക്കുന്നത്. നമ്മൾ കൊച്ചിയിൽ ഇപ്രാവശ്യം വേണം എന്ന് ഉള്ളവർ ജൂൺ 1-ാം തീയതി സൺഡേ ആണ്. അപ്പോൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ, ഒന്ന് അഡ്മിനെ വിളിച്ചു പറഞ്ഞോളൂ. ആഗ്രഹിക്കുന്ന നേരിട്ട് വരാൻ കാണാനുള്ളവർ നമുക്ക് 1-ാം തീയതി അവിടെ വെച്ച് കാണാം. ഹോട്ടലും ബാക്കി എല്ലാ സൗകര്യങ്ങളൊക്കെ റെഡിയാണ്. അതൊക്കെ നോക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു വിഷയം വന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തത്.
വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്കൊരു നമുക്ക് ഇത്ര കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൂടുതൽ ആൾക്കാരെ എടുക്കുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ഓവർ ആൾക്കാർ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും കൂടുതൽ ഇതിൽ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം 100-125 ഇടയിലുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അത്രയും ആൾക്കാരെ നമുക്ക് ഇപ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സംസാരിക്കാൻ നിങ്ങളോട് ഒരാളോടും ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം അവിടെ ചെലവഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാക്സിമം കുറച്ച് ആൾക്കാരെ മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു ആലോചന എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വരുന്ന വിഷയമല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീഷൻ, എനിക്ക് നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ സാധിച്ചില്ല, ഒരു കംപ്ലീഷൻ ഇല്ലാത്ത അവസ്ഥ വരരുത് എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ആവശ്യമുള്ളവർ, വരാൻ താല്പര്യമുള്ളവർ മുൻകൂട്ടി തന്നെ പറഞ്ഞോളൂ. അല്ലെങ്കിൽ പിന്നെ അവസാന നിമിഷം സീറ്റ് കിട്ടില്ല. പ്രാവശ്യം എന്തായാലും ഉണ്ടാവും, 250-ലധികം ആൾക്കാരുണ്ടാവും എന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്താണ്. അപ്പൊ അതുപോലെ ആവശ്യമുള്ളവർ ഇന്ന് ഇപ്പൊ തന്നെ അഡ്മിനെ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചു. അത് എത്ര എമൗണ്ട് എന്നൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. അവിടുത്തെ ചെലവ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. ആൾക്കാരനുസരിച്ച് എത്രയാണ് ഹോട്ടൽ തരുന്നതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, വരുന്നവരെല്ലാവരും വന്നോളൂ. താങ്ക് യു. അപ്പോ സന്തോഷം. പുസ്തകം എല്ലാവർക്കും കിട്ടി എന്നറിഞ്ഞാൽ സന്തോഷം. പുസ്തകം കിട്ടിയത് കൊണ്ട് യാതൊരു കാര്യമില്ല, അത് വായിക്കുക. അതുപോലെ വീണ്ടും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മുടെ മിറാക്കിൾ മോർണിംഗ്സിലെ ആൾക്കാരെ. എല്ലാവരും 1-2 ആൾക്കാർക്ക് മാത്രമേ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. അവർ പറയുന്നത് സാറേ ലേറ്റ് ആയി പോയി, അല്ലെങ്കിൽ ഇതിനെ കുറച്ച് തിരക്കാണ്, സുഖമില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്നാലും ഒരു മിറാക്കിൾ തന്നെ നടത്താനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ അതിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരും. നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാണ്ട് ഇപ്പൊ കുറച്ച് ഒരു 10-25 ദിവസം 20 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ, എന്താണ് ഇതിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ അത്രയും പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് സൈലന്റ് ആണ്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറയുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ച് വായിക്കാൻ പറയുന്നു, എക്സസൈസ് ചെയ്യാൻ പറയുന്നു. ഇതെന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു 10 ദിവസം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഇവിടെയൊക്കെ വരാൻ തുടങ്ങും. അപ്പോഴും മനസ്സിലാവും ഇത് എത്ര കൊണ്ട് എഫക്റ്റീവ് ആണെന്ന്. ഇപ്പൊ തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി, ഭയങ്കര ചേഞ്ചസ് മനസ്സിലും ശരീരത്തിലേക്ക് വരാൻ തുടങ്ങിയതല്ല. അപ്പൊ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. വലിയ ഇതൊന്നും ഇല്ലാതെ കൊണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നേരത്തെ ഞാൻ അത് മെഡിറ്റേഷൻ ടീമിനോടാണ് പറയാനുള്ളത്. ചൊവ്വാഴ്ച മുതൽ നമ്മൾ മെഡിറ്റേഷൻ, അഡ്വാൻസ് മെഡിറ്റേഷൻ കൂടി തുടങ്ങുന്നു. നോർമൽ മെഡിറ്റേഷൻ ആസിറ്റീസ് നടക്കുന്നത് തന്നെ നടക്കും. ഇപ്പോഴും അടുത്തൊരു മെഡിറ്റേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിനൊരു കണ്ടീഷനേ ഉള്ളൂ, 3 മാസത്തിലധികമായിട്ട് നമ്മൾ മറ്റു മെഡിറ്റേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഇല്ലാതെ കടന്നു പോകുന്നവരും മെഡിറ്റേഷൻ വർക്കിംഗ് ആണ് അവരിൽ എന്ന് നമുക്ക് മനസ്സിലായവർ മാത്രമേ അഡ്വാൻസ് മെഡിറ്റേഷൻ ചേർക്കുള്ളൂ. അവരും ചേർത്തുകൊണ്ട് അഡ്വാൻസ് മെഡിറ്റേഷൻ നമുക്ക് സെയിം സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടിലും ചേരാൻ പറ്റില്ല, ഇത് 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാമെന്നും വിചാരിക്കേണ്ട. ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ അഡ്വാൻസ് ആയി തന്നെ പോയിക്കൊണ്ടിരിക്കും. അടുത്ത തലം അങ്ങനെ പോയിക്കൊണ്ടത്. പുതിയ ആക്ച്വൽ മെഡിറ്റേഷനിലേക്ക് എത്താനുള്ള ഒരു പ്രോസസ് ആണ് ചെയ്യുന്നതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത്രയുമാണ് ആമുഖത്തിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വിളിച്ചാൽ അഡ്മിനെ വിളിച്ചാൽ കിട്ടും. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഒന്നും സംസാരിക്കുക, നിങ്ങൾ ആരും വിളിക്കാനൊന്നും വിഷയമില്ലെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, ഞങ്ങളെല്ലാം കേൾക്കും. പറയാനുള്ളത് പറയാം, കേൾക്കാനുള്ളത് കേൾക്കാം കേട്ടോ. എല്ലാവർക്കും വലിയ മാറ്റങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയാണ്. 500 ലോട്ടറി അടിച്ചവരുണ്ട്, 1000 ലോട്ടറി അടിച്ചവരുണ്ട്, 2000 ലോട്ടറി അടിച്ചവരുണ്ട്, 50,000 ലോട്ടറി, അങ്ങനെ അടിക്കട്ടെ. എല്ലാവർക്കും ലോട്ടറിയോ കിട്ടാനുള്ള കാശോ മനസ്സമാധാനമോ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളോ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, ആരോഗ്യമായ മാറ്റങ്ങൾ, അതൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ്. ഞാൻ പറയേണ്ടതല്ല എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇനിയും സംഭവിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആർക്കും അവരുടെ ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യുന്നതിൽ പോകാം. അത് കഴിഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അതുപോലെ ഒന്ന് പറഞ്ഞു പോകാം. അതിനു മുമ്പ് യൂട്യൂബ് വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പറഞ്ഞ മാതിരി അല്ലേ, മറക്കരുത്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാ ദിവസവും രാവിലെ കാണില്ല. നിങ്ങൾക്ക് 6 മണിക്ക് 6:30 മണിക്കാണ് എല്ലാ ദിവസവും രാവിലെ വീഡിയോ വരുന്നത്. അപ്പൊ അത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതി തീരൂല എന്നുള്ള അവസ്ഥ വരണ്ട. അതുകൊണ്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പൊ ആർക്കാണ് ഗുഡ് ന്യൂസ് പറയാനുള്ള പറഞ്ഞോളൂ. രാജലക്ഷ്മി അമ്മ. നമസ്കാരം. ആ മോതിരത്തിന്റെ ടെക്നിക്ക് ഞാനിന്ന് ചെയ്തു നോക്കി. അതായത് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഇതിൽ തന്നെ പറഞ്ഞു, ഒരാളുടെ 2 മക്കൾ ആർമിയിലാണ്, ഒരാൾ ജമ്മുവിലാണ്, പഞ്ചാബിലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കാരണം എനിക്ക് എല്ലാം വിഷമം. കാരണം യുദ്ധം വന്നാൽ അവസ്ഥ കഷ്ടങ്ങളും ദരിദ്രങ്ങളും ദാരിദ്ര്യം വരും, അറിയാം. അപ്പൊ അത് കാരണം ഞാനത് ഇട്ടു.
ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തെ കേട്ടു, സമാധാനമായി. അത് വളരെ താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്ക് വർക്ക് ചെയ്ത് അങ്ങനെയാണല്ലേ? നിങ്ങൾ എന്തായാലും ഏതായാലും അത് വിശാലമായി ചിന്തിക്കാനുള്ള ഒരു കഴിവുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് കേട്ടോ. അത് വലിയൊരു കഴിവാണ്. നിങ്ങൾ ഈ ഇത്രയും ആൾക്കാരുമായിട്ട് ഇടപെട്ട് സംസാരിക്കുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ശരിയായ വശം അറിയുകയും ചെയ്യും, അത് പെട്ടെന്ന് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുകയും ചെയ്യും, അതിന്റെ ഉത്സാഹം കാണിക്കുകയും ചെയ്തു. വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്താരാ? പറഞ്ഞു ലീല മഷാജി, പറഞ്ഞു. സാറ് ഞാൻ വെള്ളിയാഴ്ചത്തെ മെഡിറ്റേഷൻ 2 2020 ചെയ്തു. 3-ാമത്തെ ദിവസം ഉച്ചയായപ്പോ ഞാൻ വീണ് പോയി, പനി എല്ലാം കൂടെ പിടിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ടെസ്റ്റ് പോയി ചെയ്തു, ഫൈബ്രോയിഡ് ടെസ്റ്റ്, യൂട്രസിന്റെ ടെസ്റ്റ് ചെയ്തു, ഫൈബ്രോയിഡ് ഇല്ല. സാറിനോട് പറഞ്ഞായിരുന്നല്ലോ ഉണ്ടാകത്തില്ല എന്ന്. നോർമൽ റിസൾട്ട് കിട്ടിയേക്കുന്നു. പോയോ? 2 ഉണ്ട്, പക്ഷെ വളരുന്നില്ല, അതിനെ പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു വിട്ടു. സാറേ ഞാന് പിന്നെ 2 ദിവസം മെഡിറ്റേഷൻ ചെയ്തു. 3-ാമത്തെ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഈ ടെസ്റ്റ് ഒന്ന് കാണിക്കാൻ. അപ്പൊ ലാബിൽ ചെന്നപ്പോ അവർക്ക് പോസിറ്റീവും പറയാൻ പറ്റുന്നില്ല, നെഗറ്റീവും പറയാൻ പറ്റുന്നില്ല, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അതും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു അവരുടെ ടെസ്റ്റ് തെറ്റാ, നമുക്ക് നല്ല ലാബിൽ ചെയ്യാന്ന് പറഞ്ഞു. വീണ്ടും എന്നെ നല്ല ലാബിൽ വിട്ടു. അവിടെ ചെന്ന് ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞപ്പോ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഇതിനു മുമ്പ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വല്ലതും ഉണ്ടോ എന്ന്. അപ്പൊ എന്റെ ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തില്ല. ഞാനും ഒരു ടെക്നീഷ്യൻ ആണല്ലോ, അവർ അത് വെച്ച് ചോദിക്കുന്നതാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല. അവർക്ക് പിന്നെ അവിടെ സംശയം. അത് കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇതങ്ങോട്ട് ശരിയായിട്ട് നമുക്കൊരു റിസൾട്ട് പറയാൻ പറ്റുന്നില്ല, നമുക്കൊന്ന് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ അതിന്റെ ഇടയ്ക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചതാ സാറേ, എനിക്ക് വയർ ഇൻഫെക്ഷൻ ആയി, ഫുഡ് ഇൻഫെക്ഷൻ ആയി പോയിട്ട് എനിക്ക് കണ്ടമാനം അത് കൂടിപ്പോ ഞാൻ ഒരാഴ്ച ക്ലാസ്സിൽ കയറിയില്ല. അതങ്ങ് വല്ല കിടന്നു പോയി. 4 ദിവസം ഞാൻ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ഞാൻ പോയി അതെല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് വന്ന് നോക്കിയപ്പോഴത്തേനും നോർമൽ റിസൾട്ടാ കിട്ടിയേക്കുന്നത്. എല്ലാ ടെസ്റ്റും നോർമല്. ഈ ടെസ്റ്റ് തന്നെ ഒരാഴ്ച ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി, ഞാൻ കുറെ നടപ്പ് ലാബിലായിട്ട് കയറി ഇറങ്ങി നടന്നു. ഒടുവിൽ നല്ലൊരു റിസൾട്ട് കിട്ടി. സാർ എന്നോട് മുഴ കാണത്തില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരുപാട് നന്ദി സാറ്. എനിക്ക് മെഡിറ്റേഷൻ പോയി, അത് വെള്ളിയല്ല ലാസ്റ്റത്തെ പറ്റിയില്ല. വീണ്ടും ചെയ്യാം. ഞാൻ. അല്ല, മെഡിറ്റേഷൻ നിങ്ങൾക്ക് റെക്കോർഡ് തന്നിട്ടുണ്ടല്ലോ, അത് എപ്പോ എല്ലാ ദിവസവും ചെയ്യാലോ. അതെ, ഉച്ചയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ, അതെ സാറേ, ഹോസ്പിറ്റലിൽ പോയപ്പോ എനിക്ക് കുഴപ്പമില്ല, തിരിച്ചു കയറി വന്നപ്പോ എനിക്ക് പനി. അല്ലല്ല, പറഞ്ഞുതരാം. അതാണ് ഇതിനകത്തുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭയങ്കര തത്വം. അതെ, നിങ്ങൾ ഭയങ്കര തത്വം. അത് നിങ്ങൾ വീണു എന്ന് പറയുന്നതിലല്ല, അത് വീഴണം. അതെ, അവിടെയാണ് നിങ്ങളുടെ വിജയം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ എപ്പോഴും പറയാം, ഈ യാത്ര പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടാവുന്നത്. ആ നെഗറ്റീവ് പോകുമ്പോ നിങ്ങൾ വെറുതെ പോവോ? ഒരടി തന്നിട്ടല്ലേ അപ്പൊ അതിന്റെ അർത്ഥം അവിടെ നിങ്ങൾക്ക് കൊട്ട് തുടങ്ങി എന്നുള്ളതാണ്. ആ വീഴ്ച വീഴുമ്പോൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശാരീരികവും മാനസികവുമായ ഒരു അസ്വസ്ഥത ഈ യാത്രയിൽ, ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റെപ്പ് ഇപ്പൊ നിൽക്കുന്നിടത്ത് ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ അടുത്ത കാല് പൊങ്ങിക്കിടക്കും. അത് സ്വാഭാവികമാണ്. അത് നമുക്ക് സംഭവിച്ചാൽ അതിന്റെ അർത്ഥം ദർ ഈസ് ഹാപ്പനിങ്. ഇത് മനസ്സിലാക്കിയാൽ മതി. അത് അപ്പോഴാണ് നല്ല കാര്യം സംഭവിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഇങ്ങനെ സംഭവിക്കുമ്പോ അയ്യോ എന്റെ ജീവിതം പോയേന്ന് പറഞ്ഞ് തിരിച്ച് താഴോട്ട് ഇറങ്ങിപ്പോകും. ഈ യാത്ര ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ജേർണി ടു ഹാപ്പിനെസ്സിൽ ഞാൻ വളരെ കൃത്യമായി എല്ലാവരും പറയുന്നുണ്ട്, ഇത് പഠിച്ചു പോകുമ്പോൾ പതുക്കെ നിങ്ങൾ സൈലൻസിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല, കാരണം ഇങ്ങനത്തെ അനുഭവം വന്നുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം കയറി പോകണം. അങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്. എപ്പോഴും നമ്മൾ ഇത്രമാത്രം എടുത്താൽ മതി. എക്സസൈസ് എടുത്തിട്ട് ശരീരം പുഷ്ടിപ്പെടുത്തുന്ന ഒരാൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ പെയിൻ വരുന്നില്ലെങ്കിൽ ശരീരം പുഷ്ടിപ്പെടുമോ? ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു ഇത് വരുന്നുണ്ട്, ഒരു ഒബ്സ്റ്റാക്കിൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യു ആർ ഗോയിങ് ടു അനദർ സ്റ്റെപ്പ് എന്നുള്ളതാണ്. വെരി ഗുഡ്, മുന്നോട്ട് പോട്ടെ. മറ്റേ രാകേഷിന് വിവരമൊന്നും ഇല്ലല്ലോ? മെസ്സേജ് ഉണ്ടോ? മെസ്സേജ് ഒന്നുമില്ലല്ലേ? സുഖം. രാകേഷിനോട് ഇതേപോലെ ഞാൻ ഇരുത്തി ചോദിച്ചാണ്, രാകേഷെ ശാരീരിക അസ്വസ്ഥത ഉണ്ടോ? ഇല്ല സാറേ, ഒന്നുമില്ല. പിന്നെ 6 പ്രാവശ്യം ചോദിച്ചാൽ ഞാൻ രാകേഷിനോട് ഇരുത്തിയിട്ട് 1 to 1 സംസാരിക്കുമ്പോ പിന്നെയും പറഞ്ഞു, രാകേഷെ ശാരീരിക അസ്വസ്ഥത ഉണ്ടോ? എന്തെങ്കിലും വിഷയം? ഒന്നുമില്ല സാറേ, എനിക്കെല്ലാം പെർഫെക്റ്റ് ആണ്.
എല്ലാം ഓക്കെയാണ്, എനിക്ക് ജോലി കിട്ടിയാൽ മാത്രം മതിയാണ്. ഞാൻ പറഞ്ഞു ജോലി കിട്ടിയാലും ചിലപ്പോൾ പോകാൻ പറ്റുമോ, ഒന്നുകൂടി ചെക്ക് ചെയ്യണം, ആലോചിക്കണം. ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നാട്ടിൽ പോയിട്ടും കണക്ട് ചെയ്തിട്ടില്ല. നാട്ടിൽ പോകുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ സാറ് നാട്ടിലെത്തി കണക്ട് ചെയ്യാന്നുള്ളത്. കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു. അതെ സാറേ, അപ്പൻഡിക്സ് ആയിട്ട് വയറ്റുവേദനയൊക്കെ ആയിട്ട് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു. എന്നോടും അതിൽ പിന്നെ ഒന്നിനും വന്നില്ല, ഞാനും വന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുകയല്ലോ, ഞാൻ അതുകൊണ്ട് അത് അന്വേഷിക്കാൻ. അതല്ല അപ്പൻഡിക്സ് അല്ല വിഷയം, വേറെയാണ്. ഓക്കെ, എന്തായാലും പുള്ളി മെസ്സേജ് അയക്കട്ടെ. പുള്ളി ഇപ്പൊ നാളെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ചാൻസ് ഇസ് ദെയർ ഫോർ യു. തിരിച്ച് മാറ്റം ഉണ്ടാക്കാനായിട്ട് പറയണം. ഓക്കെ, സുധാ പ്രസന്നം പറഞ്ഞോ. സാർ, ഞാൻ പുതിയ സ്റ്റുഡന്റാ സാറിന്റെ. ഞാൻ ഇതുവരെ മെഡിറ്റേഷൻ സാറിന്റെ യൂട്യൂബിലൂടെ കണ്ട് ചെയ്യാറുണ്ട്, അല്ലാതെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മോന്റെ ഒരു കല്യാണം, പിന്നെ ഒരു മോനാണെങ്കിൽ ജോലിയൊന്നും ശരിയാവുന്നില്ല. പിന്നെ എനിക്കൊരു ജോലിയുടെ കാര്യം വേണം. ഞാൻ സ്റ്റാഫായിരുന്നു, ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. മോന്റെ കല്യാണം നിങ്ങൾക്കൊരു പ്രശ്നമാണോ? കുറെ നാളുകൊണ്ട് നോക്കുന്ന സാറേ, ഒന്നും ശരിയാവുന്നില്ല. ആ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നിങ്ങൾക്ക് എന്തായിരിക്കും? അല്ല, എനിക്കും സന്തോഷമാവും സാറേ. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്? എനിക്കിപ്പൊ ഒരു ജോലിയുടെ ആവശ്യമുണ്ട്. മകന്റെ കല്യാണം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്? മകന്റെ കല്യാണം ഇപ്പൊ 29 വയസ്സായി. മകന്റെ കല്യാണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഫീലിംഗ് ഇല്ല സാറേ. പിന്നെ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ അവന്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരുടെ എല്ലാം കല്യാണമൊക്കെ എല്ലാം കഴിഞ്ഞു. അന്നേരം പിന്നെ 29 വയസ്സാവുന്നു, അന്നേരം കല്യാണം നടക്കുക എന്നുള്ള ആ ഒരു ഇത്. അല്ല, അത് പ്രശ്നമാണോന്ന് ചോദിച്ചേ. ഇല്ല സാറേ, പ്രശ്നവും പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ. അല്ല, പ്രശ്നമുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അതിനേക്കാളും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഏതാ വേണ്ടത്? ഇപ്പൊ പ്രശ്നം ഇല്ലാതിരിക്കണം, അപ്പൊ പ്രശ്നം വേണം? അല്ല സാറേ, പ്രത്യേകിച്ച് വാക്കുകളുടെ ശക്തി നിങ്ങൾക്ക് ആർക്ക് എത്രയോ വട്ടം പല വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്. വാക്കുകളെ ശക്തി അറിയണം. വാക്ക് ദേവതയെക്കാളും ശക്തിയുള്ള ഒരു ദേവതയും നമ്മുടെ വിശ്വാസത്തിലില്ല. എല്ലാ ദേവന്മാരെയും എല്ലാ ദേവിമാരെയും അവരൊക്കെ തകർന്നു പോയിട്ടുള്ള ഈ ഒരൊറ്റ സാധനത്തിലാണ്. ഇത് മനുഷ്യനും ബാധകമാണ്. അറിയാതെയെങ്കിലും ഉപയോഗിക്കുന്നത് എന്താണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശരിയാക്കി എടുക്കാം. ഇത് മാത്രമാണ് ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനപ്പുറത്തേക്ക് പറയുന്ന വാക്ക് എന്താണ്? മകന്റെ കല്യാണം നടക്കണം എന്ന് പറയുന്നത് സന്തോഷമുള്ള, മകന്റെ കല്യാണമാണ് പ്രശ്നം. അത് പ്രശ്നമായി മാറിപ്പോകും. അതുകൊണ്ട് പ്രശ്നമല്ല വേണ്ടത്, മകന്റെ കല്യാണമാണ് ആവശ്യം എന്ന് പറയുന്നതിൽ മറ്റൊരു. അങ്ങനെ രണ്ടും രണ്ടായിട്ട് തിരിക്കണം. ഓക്കെ, ഇത് ക്ലാസ് നിങ്ങൾ മെഡിറ്റേഷനെ പറ്റി എനിക്കറിയില്ല. കല്യാണമൊക്കെ പിന്നെ അതിന്റെ ഓരോ രീതി, ഒരാളുടെ ഓരോ ഇതായിരിക്കും, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ കല്യാണമൊക്കെ ലോ ഓഫ് അട്രാക്ഷനിൽ വെച്ചിട്ട് കുറേ നടന്നിട്ടുണ്ട്. ഒരു നല്ല ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടിയതിനപ്പുറത്തേക്ക് അച്ഛനും അമ്മയ്ക്ക് ഇപ്പോ ലേറ്റസ്റ്റ് ഉണ്ട് ഉദാഹരണം. എത്ര ചോദിച്ചിട്ടും മകൻ ഇന്ന ദിവസം കല്യാണം കഴിക്കുന്ന കാര്യം പറയാൻ പോലും തയ്യാറായാത്ത മകനെ അച്ഛനും അമ്മയ്ക്ക് ഇരുത്തി സെറ്റ് ചെയ്ത് കൊടുത്തത് മെയ് മാസത്തിനകത്ത് അവൻ ഏത് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കും എന്ന് ഞാൻ അവരെ ഇരുത്തി, ഇവിടെ ഉണ്ടാവില്ല, ഇപ്പൊ ചിലപ്പോൾ അച്ഛനമ്മ ഇവിടെ കേൾക്കുന്നുണ്ടാവും, അവരോട് പറഞ്ഞു മെയ് മാസത്തിനകത്ത് അവൻ നിങ്ങളോട് പറഞ്ഞിരിക്കും ഏത് പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അടുത്ത ആഴ്ച തന്നെ അവൻ അച്ഛനും അമ്മയോട് പോയി പറഞ്ഞു, ഇന്ന പെണ്ണിന് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എല്ലാം സെറ്റാണ്, നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രം മതി എന്ന് ഞാൻ ഇവരോട് സംസാരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മെയ് വരെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ പറയില്ല, മെഡിറ്റേഷനൊക്കെ കൺസിസ്റ്റന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു സർ. പുതിയ കോഴ്സ് വരുന്ന അതിന്റെ അകത്താണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അത് നല്ലത്, അത് വേറെ ജീവിത വിജയത്തിന്റെ രഹസ്യം. അതിലൊക്കെ പോകുമ്പോൾ പിന്നെ കമ്പൽസറി ആയിട്ട് മെഡിറ്റേഷനിലൂടെ കടന്നു പോകണം. അത് ആ കോഴ്സ് അങ്ങനെ. അപ്പൊ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്യേണ്ടി വരും. ആ കോഴ്സിലേക്ക് വരുന്ന എല്ലാവരും മെഡിറ്റേഷനിലൂടെ പോകണം. മെഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ടെക്നിക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മകന്റെ കല്യാണം സെറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് വേണമെങ്കിൽ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എടുക്കുക, സമയം എടുത്ത് ചെയ്യാൻ, സാവകാശം എടുത്ത് ചെയ്യാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എടുത്തോ. ഓക്കെ. പിന്നെ ഒരു മോന്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ജോലി എല്ലാം അവനെന്നെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ആവുന്നില്ല. 5-6 മാസം കൊണ്ട് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഇതും അതിൽ തന്നെ ചെയ്യാം.
ഓക്കെ. ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അടുത്ത ആരെയും സംസാരിക്കാൻ കഴിഞ്ഞോ? ആരുമില്ലല്ലോ ഇനി? ഉണ്ടോ? ആരോ സുജാത് സംസാരിക്കണം എന്ന് പറഞ്ഞാല് അല്ല സാർ, ആ. ഞാൻ സുജാതയാണ്. ആ. സാറേ, ഞാൻ ഏപ്രിൽ 28 സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. ഓ. അതിനുശേഷം ഞാൻ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുമായിട്ടായിരുന്നു വന്നത്. പക്ഷെ എനിക്കിപ്പം ഈ ഒരുപാട് സമാധാനവും ഒക്കെ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ആണെന്ന നിലയില് കുറച്ച് എല്ലാത്തിനും ഒരു പരിഹാസമൊക്കെ പറയുന്ന ഒരു സ്വഭാവമായിരുന്നു പുള്ളിയുടേത്. പക്ഷെ ഇപ്പൊ എന്നോട് എനിക്ക് ഇതൊരു സഹായിയായിട്ട് നിന്നാണ് ഇപ്പം നിൽക്കുന്നത്. എല്ലാ കാര്യത്തിലും ഒരു സഹായിയായിട്ട് ഇങ്ങനെ നിന്ന് എനിക്ക് കുറെ ദേഷ്യവും കുറച്ച് സമാധാനക്കേടും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഈ രാവിലത്തെ ഈ മെഡിറ്റേഷനും എല്ലാം ചെയ്ത് സാറിന്റെ ഈ 2020 കയറിയിട്ടുണ്ട് ഞാന്. ഇപ്പൊ ഈ 1911 ഇപ്പോഴത്തെ ഇന്നത്തെ ലോ അട്രാക്ഷന്റെ അതിന് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിന്ന് സാറ് ക്ലാസ്സിന്റെ പറഞ്ഞെങ്കിലും എനിക്ക് അതിനകത്ത് ഞാനൊരു 1 മണിയൊക്കെ ആയപ്പോഴാ മെസ്സേജ് കണ്ടത്. അപ്പൊ ഉച്ചയ്ക്ക് ഏരെന്ന് പറഞ്ഞിട്ട് നാളെ തൊട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കി രാവിലത്തെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പുള്ളി കുറച്ച് ഒരു സപ്പോർട്ടായിട്ട് അങ്ങനല്ല, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ പോലും അതിനെല്ലാം പരിഹസിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനിടയ്ക്കാണെങ്കിൽ ഒരു ചെറിയൊരു ലോട്ടറി കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്തത്. 100 രൂപ കിട്ടി. അങ്ങനെ ചെറിയ എനിക്ക് എന്നാലും മനസ്സിന് ഒരുപാട് ഒരു സമാധാനം. എന്താന്ന് പറയാൻ അറിയത്തില്ല. ഒത്തിരി എനിക്ക് കുറെ നിസാരമെന്ന് പറയാൻ പോലും സാറേ ആരെങ്കിലും, ഞാനും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തൊക്കെ ആളാ. പക്ഷെ എനിക്ക് പോലും എപ്പോഴും ഒരു താങ്ക് യു പറയാനൊന്നും നാക്ക് വരത്തില്ല. ആരല്ലേ എന്ന് പറഞ്ഞ ശരിയെന്ന് പറയും. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാലും താങ്ക് യു ഉടനെ തന്നെ പറയും ഞാൻ. അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായി. ഇതൊക്കെ നിസാരമാണെങ്കിൽ പോലും എനിക്കൊരു വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നു കുറേശ്ശെ കാര്യങ്ങൾ. അപ്പൊ എന്റെ മനസ്സ് കുറെ കൂടെ ഒക്കെ ഒരു സ്വസ്ഥമായി. അപ്പൊ എനിക്ക് സാറിനെ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ അഡ്മിനോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ഇത്രയും ദിവസമായിട്ടും എനിക്ക് സാറിനോട് സംസാരിക്കാനുള്ള അതിന് പോലും എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ആശാമാവിനോട് ഞാൻ സംസാരിക്കുമായിരുന്നു. പക്ഷെ സാറിനോട് എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ആ ഒരു മെന്റൽ പവർ കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടോ ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ കൊച്ചുമോളോട് പോലും, എനിക്ക് വയസ്സ് 66. എന്റെ കൊച്ചുമകളോട് പോലും ഞാൻ പറയും ഈ ചില കാര്യങ്ങളൊക്കെ, ഈ കല്ലിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അന്നേരം അവരും അത് കേട്ട് ഓരോന്നും ചെയ്തിട്ട് പറയും എന്റെ കൊച്ചുമൊക്കെ ഇച്ചിരി വെയിറ്റ് കൂടുതല, 10-17 കിലോ വെയിറ്റ് കൂടുതൽ. അപ്പൊ ഇത് ചെയ്താൽ മതി, അന്നേരം കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെ. ഇതൊക്കെ സാറിന്റെ ആ ക്ലാസ്സിൽ കേട്ടിട്ട് ഞാനിങ്ങനെ യൂട്യൂബിലായിരുന്നു ആദ്യം കണ്ടോണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത അന്നേരം അയാൾ ഭയങ്കര വിശ്വാസമായിട്ട് വന്നിച്ച് പറയും. അങ്ങനെ എല്ലാം കുറെ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലോട്ട് കയറുന്ന കാര്യം സന്തോഷം കൊണ്ട് സാറിനോടൊന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് നന്ദി. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ കഴിഞ്ഞു ഞാൻ സംസാരിക്കാനില്ലല്ലോ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഇല്ലല്ലോ, നീ ആരുമില്ലല്ലോ അത്യാവശ്യം. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. എല്ലാവരും തയ്യാറായിക്കൊള്ളുക. ക്യാപ്സൂൾ കഴിക്കാൻ ആരും മറക്കണ്ട. ക്യാപ്സൂൾ അടുത്ത ആഴ്ച നമ്മൾ വേറെ ക്യാപ്സൂൾ ഇറക്കേണ്ടി വരും. കുറെ കഴിച്ചില്ലല്ലേ, കഴിച്ച് മടിയാണ്ട എങ്കിൽ വേറെ ക്യാപ്സൂൾ വേണം. ഉണ്ടല്ലോ, ഇതന്നെ കണ്ടിന്യൂ അല്ലേ? നമുക്ക് ക്യാപ്സൂൾ മാറ്റണോ? കുറച്ചും കൂടി വീര്യം കുറക്കണോ? അല്ല വീര്യം കൂട്ടണോ? വേണമെങ്കിൽ പറഞ്ഞോളൂ. യെസ്, പോരട്ടെ. ഹാപ്പി ആൻഡ് റെഡി. യെസ്, ഒന്നുകൂടി പറഞ്ഞു പോകാം. തിങ്കളാഴ്ചത്തെ മെഡിറ്റേഷൻ ആരും മറക്കരുത്. ഇപ്രാവശ്യത്തെ മെഡിറ്റേഷന് പ്രത്യേകതയുള്ളത് ബുദ്ധ പൗർണമിയാണ്. ഈ മാസം ബുദ്ധ പൗർണമിക്ക് അറിയാലോ, കുറച്ചും കൂടി നമുക്ക് കൂടുതൽ ശക്തി ഉള്ള തരത്തിലുള്ള മെഡിറ്റേഷനാണ് ഇപ്രാവശ്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഒന്നുകൂടി ക്ലിയർ ആക്കി കൊണ്ടുവരിക. എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ടൈം രാത്രി പൗർണമി എപ്പോഴും രാത്രി 10 മണിക്ക് വരുള്ളൂ. ആ ഫോണും തരും എനിക്ക്. എന്റെ ഫോൺ എടുത്തുകൊണ്ടാമോ? അതിനകത്ത് ടൈം ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. ടൈമിൽ വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ല. ടൈം നോക്കിയിട്ട് കൺഫേം ചെയ്യാം. 10 മണിയാണ് നമ്മൾ നോർമലി ടൈം. ഇനിയിപ്പോ ഇപ്രാവശ്യത്തെ പൗർണമിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി കൺഫേം ചേഞ്ച് ചെയ്യാം. ഓക്കെ, അത് ചേരുന്നവരോട് പറഞ്ഞാൽ മതിയല്ലോ. 10 മണിയോ 9 മണിയോ ഉള്ളത് ആ പൗർണമിയുടെ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ 10:24 നോക്കാം എന്തായാലും. ഓക്കെ,
ശരി, അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ക്യാപ്ഷൻ ഇന്നലെ പറഞ്ഞ ഒരു സംഭവമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്യാപ്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. എത്ര പേർക്ക് ഈ മന്ത്രം ആവശ്യമാണ്? എവിടെയും വിജയിച്ചു പോകാനുള്ള മന്ത്രം. എത്ര പേർക്ക്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്ര പേർക്ക് ഈ മന്ത്രം കിട്ടിയാൽ ഗുണമുണ്ട് എന്ന് തോന്നുന്നവരുണ്ട്? വിജയിക്കാൻ തയ്യാറായവർക്കല്ലേ അത് ആവശ്യമുള്ളൂ, അല്ലാത്തവർക്ക് വേണ്ടല്ലോ. പേര് മാത്രം എഴുതുക. ഞാൻ ആരാണെന്ന് എനിക്ക് പോലും അറിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കൂ. ഞാൻ അങ്ങനെയുള്ള അവസ്ഥയൊന്നും നമുക്ക് ഇവിടെ വേണ്ടല്ലോ അല്ലേ. അപ്പൊ യെസ്, പേര് പറഞ്ഞോളൂ. എവിടെയും വിജയിക്കണം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരു ചോദ്യം നമുക്ക് വേണ്ടേ, എന്താണ് ഈ വിജയം? എവിടെയും വിജയിക്കാൻ ഒരു മന്ത്രം. ശരി, സമ്മതിച്ചു, ആ മന്ത്രം നമുക്ക് പറയാം. അപ്പൊ എന്തായിരിക്കണം വിജയം? അത് കൃത്യമായി എവിടെയും വിജയിക്കാൻ. നിങ്ങളൊരു കാര്യം, ഞാൻ ഒരു ഉദാഹരണം പറയാം. എവിടെയും വിജയിക്കാൻ എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം പറയുന്നു. നമ്മൾ പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ ഇന്നലെ ചക്ക പറിച്ച കഥകാര് പറഞ്ഞു, എന്നാൽ പിന്നെ ചക്ക തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ കഥ. അപ്പുറത്തെ പറമ്പിൽ ഒരു പ്ലാവിൽ 15 ചക്കയുണ്ട്. നിങ്ങളും നിങ്ങളെ തൊട്ടടുത്ത അയൽവാസിയും കൂടിയിട്ട് അവിടെ പോയിട്ട് മറ്റൊരാളുടെ പറമ്പിലാണ് ചക്കയുള്ളെങ്കിൽ ഒരു ചക്ക പറിക്കണു, അല്ലെങ്കിൽ അവര് മറ്റേ പറമ്പിലെ ആൾക്കാർ ഒരു ചക്ക പറിച്ചോടാൻ പറഞ്ഞു. നിങ്ങളുണ്ട്, നിങ്ങൾ അയൽവാസിയും ഉണ്ട്. നിങ്ങൾ അവിടെ പോകുമ്പോൾ എവിടെയും വിജയിക്കാനുള്ള ഒരു മന്ത്രവും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ചക്ക മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമോ നിങ്ങളുടെ വിജയം? അല്ല, പകുതി ചക്ക അയൽവാസി കൊടുക്കുന്നതായിരിക്കും നമ്മുടെ വിജയം. വിജയത്തിന് ഇങ്ങനെ കുറച്ച് നൂലാമാലകളുണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ആണ് നേരത്തെ പറഞ്ഞ പോലെ മകന്റെ കല്യാണമാണ് എന്റെ പ്രശ്നം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇത് ഓരോ ആൾക്കും വ്യത്യാസം വരും. ഒരാൾക്ക് എനിക്ക് മുഴുവൻ ചക്ക എനിക്ക് തന്നെ കിട്ടണം എന്നാണ് ചിലവരുടെ വിജയം. മറ്റൊരാളുടെ വിജയം അയൽവാസിക്കും പകുതി കൊടുക്കുന്നതാണ് എന്റെ വിജയം. ഇതൊരു കഥ ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞുകൊണ്ടാണ്. ഇന്നാരോ ഞാൻ ലൈവ് വീഡിയോ ഇട്ടപ്പോൾ ചക്ക തിന്നുന്ന കഥയും പറഞ്ഞു. എന്നിട്ട് എന്നെ കൊതിപ്പിച്ച് ചക്ക, ഞാനിവിടെ എനിക്ക് ചക്ക ഇട്ടത് എനിക്ക് ചക്ക കഴിക്കുകയായിരുന്നു. യൂട്യൂബിന് താഴെ കമന്റ് ചെയ്തിട്ട് എനിക്ക് വോയിസ് അയച്ചു, സാറിന്റെ വീഡിയോ 12 മണിക്ക് കാണുമ്പോൾ ഞാൻ കിച്ചണിൽ ഇരുന്ന് ചക്ക തിന്നായിരുന്നു എന്നുള്ള ഒരു കഥ വന്നപ്പോൾ അതുകൊണ്ടാണ് ചക്കയെ പറ്റി ഇവിടെ ഓർത്തത്. ഏതായാലും നോക്കൂ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പകുതി കൊടുത്തു. പക്ഷെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ഞാനൊരു കാര്യം പറയാം, ഫുൾ ചക്ക എനിക്ക് കിട്ടണം എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതും അവർ വിജയം എന്നാണ് കരുതുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ചക്കയുടെ മാത്രം എടുക്കരുത് കേട്ടോ, പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പരസ്പരം ഇപ്പൊ നമ്മൾ പകുതി കൊടുക്കാൻ പറഞ്ഞൊക്കെ നമ്മളിപ്പോ ഇവിടെ നിന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും, അതൊക്കെ സംഭവമാണ്. പക്ഷെ ചക്കയുടെ കാര്യം വരുമ്പോ അതിന്റെ മണം കേൾക്കുമ്പോ, അല്ലെങ്കിൽ കിട്ടാതെ ചക്ക കിട്ടുമ്പോ നമ്മൾ പറയുന്നത് മുഴുവൻ എന്തിനാണ് ഇത്രയും സമയമൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കളയുന്നത്? ഓക്കെ, വെരി ഗുഡ്. അപ്പോ അത് ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചക്കയുടെ കാര്യം ഇവിടെ ഇരിക്കട്ടെ, നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ജീവിത വിജയം, എന്താണ് ശരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സന്തോഷവാനല്ലാത്തത് എന്നതിന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ അതിന്റെ താഴെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്താണ് എനിക്ക് വേണ്ടത് എന്ന് കൃത്യമായി എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ സന്തോഷവാനാവാത്തത് എന്ന് മനസ്സിലാക്കണം. ഇത് ജീവിത വിജയം. അതുകൊണ്ട് ഈ ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്താണ് ജീവിത വിജയം എന്ന ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന നമ്മുടെ വിശാലമായ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളുക. പല തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചിന്തിച്ചതല്ലായിരുന്നു ജീവിതം, എന്റെ ജീവിതം ശരിക്കും ഇങ്ങനെയേ ഉള്ളൂ, ഇങ്ങനെ ആവുന്നത് ശരിയായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പലപ്പോഴും പലരുടെയും പ്രശ്നം കാശില്ലെങ്കിൽ ജീവിതമില്ല എന്നാണ്. കാശുണ്ടോ? പോരട്ടെ, കാശ് പോരട്ടെ ജീവിതം. ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെയായാലും ഒന്ന് കാശ് വന്നാൽ മതി, സമാധാനം. അങ്ങനെയൊന്നും ജീവിതം വിജയിക്കൊന്നുമില്ല. കാശ് മാത്രം ഉണ്ടായിട്ട് ജീവിതം വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് എത്ര പേര് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും? പൈസ കൊണ്ട് മാത്രം ജീവിതം വിജയിക്കാൻ കാശൊരു ഘടകമേ, ഒരു ചെറിയൊരു ഘടകം മാത്രമാണ്, അല്ലാത്തൊന്നുമല്ല. ഞാൻ അതിലേക്ക് പറഞ്ഞു പോകുന്നില്ല. മറ്റു ഘടകങ്ങളാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാന തത്വം എന്നറിയുക. അത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, അതറിയണം. അപ്പോൾ നമ്മൾ എവിടെയും വിജയിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണോ നമ്മൾക്ക് ആ സമയത്ത് ആവശ്യമുള്ളത്. ഇപ്പൊ നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയുടെ വിജയം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മൂത്ത് ആയ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവുക മാത്രമാണ് അവിടുത്തെ വിജയം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മീറ്റിങ്ങിന് ഒരാളത്ത് പോകുമ്പോൾ, ഒരാളെ കാണാൻ പോകുമ്പോൾ അയാളുടെ കാണുക എന്നുള്ളതാണ് വിജയം.
ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവിടെ വിജയം എന്ന് പറയുന്നത് രോഗം മാറുക എന്നുള്ളതാണ്. ഡോക്ടറെ കാണുക എന്നതല്ല വിജയം, രോഗം മാറുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ വിജയം എന്ന് പറയുന്നത് ലാഭം കിട്ടുക എന്നതാണ് വിജയം, അല്ലെങ്കിൽ കച്ചവടം നടന്നതല്ല വിജയം. ഇത് രണ്ടും രണ്ടാണ്. നമ്മൾ എന്താണ് കണക്കൂട്ടുന്നത്? അയ്യോ ഇന്ന് എനിക്ക് കച്ചവടം നടന്നോ, ഇന്ന് സന്തോഷമായി, ഇതല്ല വിജയം എന്ന് പറയുന്നത്. അതിൽ എന്ത് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയത്? പ്രോഫിറ്റ് ഉണ്ടായാലേ കച്ചവടം കൊണ്ട് കാര്യമുള്ളൂ. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൽ 2 തരത്തിൽ വിജയമുണ്ട്. ഫസ്റ്റ് പ്രൈസ് എടുത്ത് സമ്മാനം മേടിക്കുന്നത് മാത്രമല്ല വിജയം, എനിക്ക് ഇത്രയും നേരം ഓടാൻ പറ്റിയല്ലോ എന്ന് പറയുന്ന വിജയം കൂടി എന്ന ചിന്തയും കൂടി വിജയമാണ്. അത് പരാജയമായിട്ട് കരുതേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ജീവിത വിജയത്തിന് നമ്മൾ ഓരോ രീതിയിൽ കാണേണ്ടി വരും. അപ്പോൾ ജീവിത വിജയത്തിന് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ജീവിത വിജയത്തിന്. അത് ഇങ്ങനെയാണ്, എഴുതി വെച്ചോളൂ. 5 കാര്യങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഇതാവുള്ളൂ. ജീവിത വിജയം നമ്മുടെ എല്ലായിടത്തും വിജയിക്കാനുള്ള മന്ത്രം ഇങ്ങനെയാണ്: ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന തിരിച്ചറിവ്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്നുള്ള തിരിച്ചറിവ്. അതായത് എഴുതി വെച്ചോളൂ, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്: എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് എന്റെ കഴിവ്. അതാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത്. അതാണ് എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള തീരുമാനം. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ജീവിക്കുക. ഇതാണ് നിർമ്മാണം എന്ന് പറയുന്നത്. ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് യാതൊരു കുറ്റബോധം ഉണ്ടാവില്ല. ഇന്ന് ഞാൻ നാളെ പറ്റുന്ന നിങ്ങൾക്ക് റീൽസ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ അസർബൈജാനിലൊരു വലിയൊരു കുന്നിന്റെ മുകളിലേക്ക് നടന്നു കയറി എന്ന് വെച്ചാൽ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, വാട്ടർഫോൾസ് കയറാൻ പോയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ കൃത്യമായി എണ്ണിയില്ല, എന്നാലും 200 സംതിങ് സ്റ്റെപ്പുകൾ ഉണ്ടാവും കയറാനായിട്ട്. ചെറിയ ചെറിയ സ്റ്റെപ്പ്, അത് 2 കല്ലുകൾ മാത്രമുള്ള സ്റ്റെപ്പ്, ഫുൾ പാറക്കെട്ടുകളാണ്. അതിന്റെ ഇടയിൽ അവര് ഇടയിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനുള്ള ചെറിയ കഫ്തേരിയകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ വെള്ളം അത്ര വലിയ വെള്ളമൊന്നുമില്ല, പക്ഷെ ഇത്രയും വലിയ ഭാഗത്തേക്ക് 2 കല്ലുകൾ മാത്രം കെട്ടിവെച്ച് ഞാൻ മുഴുവൻ മുകളിലോട്ട് കയറി മുകളിൽ വാട്ടർ ഫോൾ കഴിഞ്ഞു. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂട്യൂബിൽ ഇടാൻ കരുതിയിരുന്നു, പക്ഷെ അന്നേരം എനിക്ക് പറ്റിയില്ല, കാരണം അവിടുന്ന് നെറ്റ് ഇല്ലാത്തതുകൊണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ മുഴുവൻ കണക്കൂട്ടിയത് എങ്ങനെയാണ്: ഒരാൾ ആദ്യം മനസ്സിൽ വിചാരിച്ചു ഇതിന്റെ മുകളിൽ വരെ എനിക്ക് പോകണം എന്ന് കരുതി. അയാൾ ആ വെള്ളച്ചാട്ടം മുഴുവൻ പോയി കണ്ടു, മുകളിൽ വരെ എത്തി. പിന്നെ അടുത്ത നിമിഷത്തിൽ അയാൾ എന്താ ചിന്തിച്ചെന്നറിയോ? എനിക്ക് എപ്പോഴും എളുപ്പത്തിൽ വരണമെങ്കിൽ അതിന് കൃത്യമായ സ്റ്റെപ്പുകൾ തയ്യാറാക്കി വെച്ചാൽ എനിക്ക് സുഖമായിട്ട് വരാൻ പറ്റും, പിന്നെ കഷ്ടപ്പാടുകളില്ല എന്ന് അയാൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അയാളോ ഒരു കൂട്ടം ആൾക്കാരോ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ അവർ മുഴുവൻ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ നമ്മളെ പോലുള്ള ആൾക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. ആ സ്റ്റെപ്പ് പൊതുവേ നടന്നു കയറി കഴിഞ്ഞാൽ അവിടെ എത്താം, അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഒക്കെ കാണാം, തിരിച്ചതേപോലെ ഇറങ്ങി വരാം. ജീവിതവും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എഴുതി വെച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. യാതൊരു തർക്കവും ഇല്ല. ഞാൻ ഒറ്റ ഉദാഹരണം നിങ്ങളോട് പറയാം. ഇപ്പോൾ ഇവിടെ സമയം 7 മണിയാണ്. 6:30 മണിക്ക് ഞാൻ ഈ ക്ലാസ് തുടങ്ങി. ഞാനിവിടെ ടൂറായിട്ട് വന്നതാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ കറങ്ങാൻ വന്ന ഒരുത്തനാണ്. എനിക്ക് പുറത്തു പോയി പല സൈറ്റുകളും കാണേണ്ടതാണ്, രാത്രി എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്, ഒക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ 5-5:30 മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് ആ എൻജോയ്മെന്റ് ആണോ ബെസ്റ്റ്? ഇതായിരുന്നു ഏറ്റവും നല്ല, ഇതാണോ എനിക്ക് ബെറ്റർ? ഇനി രാത്രി എനിക്ക് കാണാൻ പറ്റുമോ ഇവിടെ ഒരു യാത്ര വന്നിട്ട്? എന്നിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതിന്റെ ആവശ്യം എന്തായിരിക്കും? ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഇങ്ങനെ ജീവിതത്തെ പലപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ജീവിതത്തെ ഇങ്ങനെ പാകപ്പെടുത്തിയെടുക്കേണ്ട. കാരണം വളരെ ലളിതമാണ്. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കൃത്യമായ ബോധം എനിക്കുള്ളത് കൊണ്ട്, ലക്ഷ്യബോധം എനിക്കുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ ശില്പി ഞാൻ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള പൂർണ്ണ കമ്മിറ്റ്മെന്റ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ. ഇതിരിക്കാതെ പുറത്ത് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സന്തോഷവാനാകും, നാളെ എൻ്റെ സന്തോഷം അത് കെടുത്തും.
കാരണം ഇന്ന് ചെയ്യേണ്ട ഈ കാര്യം എനിക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും നാളെ വരാനിരിക്കുന്ന എൻ്റെ കോഴ്സിലേക്ക് 5-10 ആളുടെ കുറവ് സംഭവിക്കുകയും ചെയ്യും. അപ്പൊ അതുപോലെ എനിക്ക് യൂട്യൂബിൽ ഈ വീഡിയോ കൊണ്ടുണ്ടാവുന്ന 2000, 3000, 5000, 10000, ലക്ഷം ആൾക്കാരുടെ ഇടയിലേക്ക് എത്താനുള്ള എൻ്റെ സാധ്യത അവിടെ മങ്ങുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ആ കമ്മിറ്റ്മെന്റിനോട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം തയ്യാറായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുറത്തു പോയി കറങ്ങിയടിച്ച് അടിച്ചു പൊളിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ എനിക്ക് ലോങ് ടൈമിലേക്ക് അത് സന്തോഷം നൽകില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ പറ്റിയിട്ട് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നു എന്നൊന്ന് ചിന്തിക്കുക. 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം നിർത്തിവെച്ച് പോകുന്നവരല്ലേ നമ്മൾ. അപ്പൊ നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടായാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃത്യമായി എങ്ങനെ പോകണമെന്നുള്ള കൃത്യമായ ലക്ഷ്യബോധം എഴുതി തയ്യാറാക്കിയ ബോധ്യമുണ്ടായാൽ, എഴുതി തയ്യാറാക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നിൽക്കില്ല, മറന്നു പോകും. മനുഷ്യനാണ്. ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് 2030 ജൂണിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യമായ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഡയറി എടുത്തിട്ട് 2030 ജൂണിൽ എന്ത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതവിടെ ഉണ്ടാവും. ആ സമയത്ത് സംഭവിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം സംഭവിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. കാരണം അതുവരെയുള്ള യാത്രയിൽ ഏതൊക്കെ ദിവസങ്ങൾ ഞാൻ വെട്ടിയിട്ടുണ്ട്, ആ വെട്ടിന്റെ പരിണതഫലം ഞാൻ അവിടെ അനുഭവിക്കേണ്ടതും വരും. അപ്പോൾ ജീവിതത്തെ ഇത്രയും നന്നായിട്ട് നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുകൂടി പറയുന്നു, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണെന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലതോ മോശമോ അതൊക്കെ വേർതിരിക്കാം. നമുക്ക് എന്തെങ്കിലും നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണെന്ന് കമന്റ് ചെയ്യാവോ? താഴെ പേര് കമന്റ് ചെയ്തു. ആർക്കാണ് ഉത്തരവാദിത്തം? നമ്മൾക്കില്ല, എനിക്കതിൽ പങ്കില്ല. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനുണ്ടാ നിങ്ങളുണ്ട്, അതില്ല. അല്ലേ? നമ്മൾ പറയുമ്പോൾ പ്ലൂറൽ അല്ലേ? യെസ് അവനവന് തന്നെയാണ് ഉള്ളത്. ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞാൻ മോർണിംഗ് മിറാക്കിളൊക്കെ തുടങ്ങുമ്പോൾ മെയിൻ ആയിട്ട് ഇത് തന്നെ ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കട്ടെ, ഒരു 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് കഴിയുമ്പോൾ ചെറിയ മാറ്റം തുടങ്ങും. അപ്പോഴേക്ക് അതുകൊണ്ടാണ് 105 ഡേയ്സിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളും അതിനകത്ത് അപ്പൊ ഇത് ചെയ്യുന്നതിന് 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. 5 കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി പോകാൻ പറ്റും. കുറച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാം 5 കാര്യം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യത്തിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. ഇന്ന് പോയിന്റുകൾ മാത്രം പറഞ്ഞു തരുന്നുള്ളൂ, സമയപരിമിതി കൂടിയുണ്ട്. അപ്പൊ ഒന്നാമതായി ഈ പ്രധാനമായ 5 കാര്യങ്ങളിൽ നമ്മുടെ ഒന്നാമത്തെ കാര്യം ഓണർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഓണർഷിപ്പ് ഏറ്റെടുക്കുക, അതായത് എൻ്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചിന്തകളെ, പ്രവൃത്തികളെ, പെരുമാറ്റത്തെ, അല്ലെങ്കിൽ നമ്മുടെ വിജയത്തെ, പരാജയത്തെ, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഇതെല്ലാം നിർണയിക്കുന്നത് ഞാനാണ് എന്നുള്ള ഓണർഷിപ്പ് നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എത്ര പേർക്ക് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എത്ര പേർക്ക് അവനവന്റെ ജീവിതത്തിന്റെ ഓണർഷിപ്പ് കയ്യിലുണ്ട്, ഉത്തരവാദിത്വമുണ്ട്? ഇപ്പോഴും പറയുന്നത് ഭർത്താവ് പറയുന്ന പോലെ, മകൻ പറയുന്ന പോലെ, അമ്മ പറയുന്ന പോലെ, അച്ഛൻ പറയുന്ന പോലെ എന്നതിൽ നിന്ന് മാറി എൻ്റെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നവർ ഒന്ന് പറഞ്ഞു നോക്കുക. എത്ര പേരുണ്ട്? വളരെ കുറച്ചായിരിക്കും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പറയും അവർ തീരുമാനിക്കുന്ന പോലെ ഞാൻ ഒന്നും പറഞ്ഞു കേട്ടില്ല അല്ലെ? ഇതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പവർ ഓഫ് ദ മൈൻഡ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിന്റെ ശക്തിയെ അറിയുക എന്നുള്ളതാണ്. മനസ്സിന്റെ ശക്തി അറിയാത്തതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളുടെയും വിഷയം. നമ്മുടെ ചിന്തകൾ ജീവിതത്തിന്റെ രൂപമാണ് എന്നറിയുക. എന്താണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നമ്മുടെ ചിന്തയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ മനസ്സിന് അത്ര ശക്തിയുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, അത് വിശ്വസിക്കുന്നത്, അതിലേക്ക് മനസ്സ് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷന്റെ തത്വമാണ്.
നിങ്ങൾ എന്തു ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. അപ്പോൾ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കണം. പവർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പോസിബിലിറ്റി തിങ്കിങ് എന്ന് പറയും. സാധ്യതകളെ കാണാൻ പഠിക്കണം. എന്തുകൊണ്ടാണ് സാധ്യതകൾ കാണാൻ പഠിക്കണം? ജീവിതം എപ്പോഴും സാധ്യതകളിലൂടെയുള്ള ഒരു എന്താ ആകെത്തുകയാണ്. ആ സാധ്യതകളെ നമ്മൾ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഓരോ പ്രതിസന്ധികളെയും അവസരങ്ങളായി കാണാനുള്ള പോസിബിലിറ്റി തിങ്കിങ്. ഓക്കെ, ഇത് സംഭവിച്ചു, വാട്ട് നെക്സ്റ്റ്? എന്തുകൊണ്ട്? അതെന്തുകൊണ്ട് എനിക്ക് മാറ്റി ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് അവിടെ മാറ്റം ഉണ്ടായിക്കൂടാ? ഈ ചിന്തകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പോസിബിലിറ്റി തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം, നന്മയുടെ നിയമങ്ങളെ അറിയണം. എന്താണ്? ജീവിതത്തിൽ മുഴുനീളം നമ്മൾ നന്മയുണ്ടെങ്കിലേ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ നന്മയുടെ നിയമത്തിന് മറ്റൊരു രൂപത്തിൽ പറയാം, യൂണിവേഴ്സൽ നിയമങ്ങൾ എന്ന് പറയാം. യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രാപഞ്ചിക തത്വങ്ങളെ അറിയണം. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്, ലോ ഓഫ് ഫോക്കസ്, ലോ ഓഫ് വൈബ്രേഷൻ, ഇങ്ങനെയുള്ള നമ്മൾ പോലും അറിയാത്ത ഒരു 10-13 നിയമങ്ങൾ ഈ ലോകത്തുണ്ട്. ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് നമുക്കറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ ഇതിന് ആത്മീയ നിയമങ്ങൾ എന്ന് പറയും. ഈ ആത്മീയ നിയമങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും അത് എത്രത്തോളം സുതാര്യമായി നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നും മനസ്സിലാക്കണം. അതനുസരിച്ച് ജീവിക്കുക തന്നെ വേണം. അഞ്ചാമത്തെ കാര്യം, ഹോപ്പ് ആൻഡ് പാഷൻ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങളും എല്ലാം നാം കൊണ്ട് അതിന് ജീവിതത്തിൽ പുലർത്തുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ അതിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടായിരിക്കണം, ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വളരെ അത്യാവശ്യമാണ്. അതാണ് നമ്മൾ പറയുന്ന ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും. പ്രത്യേകിച്ച് ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത്രയും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഈ 5 കാര്യങ്ങളും കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി പോകുന്നത്. നമ്മൾക്ക് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ഇല്ലെങ്കിൽ, ഹോപ്പുമായി വിശ്വാസവുമായി തോട്ട്സുകളും അവിടെയായി, അതിനനുസരിച്ച് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് ഫോക്കസ് പോലെയുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഓണർഷിപ്പ് നമ്മുടെ കയ്യിലെടുക്കുന്നു. നന്മയുള്ള മനസ്സുകൊണ്ട് എന്ന് മാത്രം ഓർക്കണം. ഇത് വളരെ കൃത്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ സ്ഥലത്തും നമുക്ക് വിജയം മാത്രമായിരിക്കും സുനിശ്ചിതമായി ഉണ്ടാവുക. ഇതിൽ നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ജീവിതം എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് നിറഞ്ഞതാണ്. അതില്ലാതിരുന്നാൽ ജീവിതമില്ല. പക്ഷേ ഈ പോസിറ്റീവ് നെഗറ്റീവിന്റെ ഇടയിൽ നമ്മൾ 4 ഭാഗങ്ങളായി ജീവിതത്തെ തിരിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും 4 ഭാഗങ്ങളായി തിരിക്കണം. അതായത് നമ്മുടെ ഭൗതികമായ അവസ്ഥയും മാനസികമായ അവസ്ഥയും നമ്മൾ അറിയണം. അതുപോലെ തന്നെ വികാരപരമായ അവസ്ഥയും ആത്മീയപരമായ അവസ്ഥയും നമ്മൾ അറിയണം. ഇത് 4ഉം അറിയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് പിടികിട്ടില്ല. എവിടെയാണ് ആത്മീയത ഉണ്ടാവുന്നത്? എവിടെയാണ് വികാരം ഉണ്ടാവുന്നത്? എവിടെയാണ് ഭൗതിക സ്വത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്? എവിടെയാണ് മാനസികമായ സമ്പത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മളെപ്പോഴും എന്താ ചിന്തിക്കുന്നത്? ആകെ ഭൗതികതയെ പറ്റി മാത്രം. സ്വത്തുണ്ട്, പണമുണ്ട്, അത് വേണം, ഇത് വേണം എന്ന് മാത്രമാണ്. ഇതിനകത്ത് മാനസികത്തെ ചിന്തിക്കുന്നില്ല, ആത്മീയതയെ പറ്റി ചിന്തിക്കുന്നില്ല. ആത്മീയത എന്ന് പറയുമ്പോൾ ആത്മീയത എല്ലാവർക്കും ഉണ്ട്. ഹരി ഓം ഹരി, അല്ലെ? അമ്പലത്തിൽ പോയി തൊഴുന്നു, തൊട്ട് പ്രസാദം മേടിക്കുന്നു, വെള്ളം പ്രസാദം തരുന്നു. ഇതെന്തിനാണ്? ഇതെന്താണ് ഇതിനുണ്ട് അർത്ഥം എന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ അമ്പലത്തിൽ പ്രസാദം മേടിക്കുന്ന എത്ര പേരുണ്ട്? അമ്പലങ്ങളെല്ലാം ബൗദ്ധാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെ? അതല്ല ആത്മീയത എന്ന് പറയുന്ന അമ്പലങ്ങൾ ആത്മീയതയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഘടകം മാത്രമാണെന്ന് അറിയുക. അമ്പലത്തിൽ പോകണ്ടെന്നല്ല പറഞ്ഞു, അമ്പലത്തിൽ പോയിക്കോളൂ, സന്തോഷപൂർവ്വം പോയിക്കോളൂ. പക്ഷെ അത് അറിയണം. ഓരോന്നിനും തത്വമുണ്ട്. എന്താണ് യന്ത്രം, എന്താണ് തന്ത്രം എന്നൊക്കെ അറിയണം. ഞാനതൊക്കെ ഇപ്പോൾ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വികാരം എവിടെ വരണം, എവിടെ ആത്മീയത എവിടെ കൊണ്ടുവരണം, ഭൗതികത എവിടെയാണ്, അല്ലെങ്കിൽ മാനസികം എവിടെയാണ്, ഇതൊക്കെ ഒന്ന് അറിയണം. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതറിഞ്ഞ് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് എല്ലായിടത്തും, പിന്നെ നമ്മൾ പോകുമ്പോൾ ആൾക്കാർ വരും, ഇവിടെ ഇരിക്കൂ, സംസാരിക്കൂ, ഒക്കെ കേൾക്കൂ,
കാരണം നമ്മളിൽ ഹാപ്പിനെസ് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. സന്തോഷമെല്ലാം ഉള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ? ഇതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോ. ഒരാൾ മുഴുവൻ സമയം സന്തോഷവാനാണ്, ചിരിച്ചുകൊണ്ട് സന്തോഷവാനാണ്. അവന് വേറെ മറ്റു വിജയത്തിന് വേറെ എന്തെങ്കിലും അടിസ്ഥാനം വേണോ? അവൻ എവിടെ പോയാലും നിങ്ങളിപ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് നിൽക്കുന്നത്. നേരത്തെ ഗവൺമെന്റ് കാര്യം പറഞ്ഞുകൊണ്ട് താങ്ക്സ് പറയാൻ മറന്നു പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് ഗവൺമെന്റ് ഓഫീസറിനും താങ്ക്സ് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ ഉദാഹരണം ഇതായിട്ട് പറയല്ല, മറ്റൊരു കാര്യം പറയാം. അതായത് ഒരാൾ സന്തോഷത്തോടു കൂടി സദാ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഒരു ഗവൺമെന്റ് ഓഫീസിൽ കടന്നു പോകാന്ന് കരുതിക്കോ. അങ്ങനെ ഒരാൾ പോയ ഒരാള് അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമോ, അല്ല അയാൾ അവോയ്ഡ് ചെയ്യുമോ? ബാക്കി എല്ലായിടത്തും ഞാൻ പറയുന്നില്ല. ഗവൺമെന്റ് ഓഫീസിലാണല്ലോ പൊതുവെ നമുക്ക് ഈ കൃത്യമായ ശ്രദ്ധ കിട്ടാതെ പോകുന്നത്. യെസ്, എവിടെ പോയാലും അവർക്ക് വിജയം ഉറപ്പാണ്. കാരണം അവരെ റെസ്പെക്ട് ചെയ്യും, അവരെ ശ്രദ്ധിക്കും, എന്താ വേണ്ടത് അറ്റ്ലീസ്റ്റ് കേൾക്കാൻ അവിടെയുള്ള 10 പേരിൽ ഒരാളെങ്കിലും തയ്യാറാവും. ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഇതായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ ആ ഒരു ഓഫീസ് എൻവയറമെന്റ് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, മറ്റൊന്നുമല്ല. അപ്പോ അവര് തിരക്കായതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. സന്തോഷം നിലനിർത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും, സന്തോഷം വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ല. വെറുതെ നമുക്ക് പോയിട്ട് ഓക്കെ ഇന്നൊന്ന് സന്തോഷവാനാണ് ഞാനൊന്ന് ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായ സന്തോഷം കിട്ടൊന്നുമില്ല. അതും അകത്തുനിന്ന് വരണം. അതുണ്ടാവണമെങ്കിൽ നമ്മൾ ജീവിതത്തെ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. എനിക്ക് എന്താ കിട്ടുമ്പോൾ സന്തോഷമുണ്ടാവും എന്നുള്ള 5 ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും സമസ്ത മേഖലയിലും ജീവിതത്തിലെ വിജയം ഉണ്ടാവട്ടെ എന്നും ജീവിതം എന്താണെന്ന് അറിയുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് താല്പര്യമുള്ളവരോട് ഒന്നും പറയുന്നു. ഇന്ന് ആദ്യത്തെ ഡിസ്കഷൻ ക്ലാസ് തുടങ്ങുകയാണ്. ജീവിത വിജയത്തിന്റെ രഹസ്യം എന്നും ചേരാനുള്ളവർക്ക് ഇപ്പൊ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് വളരെ കൃത്യമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുന്നവർക്ക് നാളത്തെ തിങ്കളാഴ്ചത്തെ അതുപോലെ പൗർണമി മെഡിറ്റേഷൻ കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ കൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ 1 മിനിറ്റ് സമയം തരാം. ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തോ. സംസാരിക്കുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞത് ബോധ്യത്തോടു കൂടി ആയിരിക്കണം ഇനിയുള്ള സംസാരം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ആ ബോധ്യം കൃത്യമായി ഉണ്ടായിട്ട് സംസാരിക്കുക കേട്ടോ. താങ്ക് യു. സംസാരിച്ചു വനസ്പതി. ഞാനേ തിങ്കളാഴ്ച പൈസ അടയ്ക്കാൻ എനിക്ക് ഇന്ന് മെഡിറ്റേഷനിൽ കയറാൻ പറ്റുമോ? ഇന്ന് എനിക്ക് സാലറി വന്നിട്ടേ ഉള്ളൂ. അതായിരുന്നു അഡ്മിനെ വിളിച്ചോളൂ. തിങ്കളാഴ്ച അടക്കട്ടെ. വിളിച്ചോളൂ. അതെല്ലാം അഡ്മിൻ കാര്യങ്ങളാണ്. എന്റെ കാര്യം ക്ലാസ് എടുക്കുക. സാറേ 1 മിനിറ്റ് സംസാരിക്കാവോ? 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ എന്ത് പറയാൻ പറ്റും നിങ്ങൾക്ക്? 1 സെക്കൻഡിൽ ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞു. എന്റെ അനിയത്തിന്റെ ഭർത്താവിന്റെ ഏട്ടനുണ്ട് ഐസിയുല്. അയാൾക്ക് ഷോക്ക് വന്നിട്ട് 3 ദിവസമായി ഐസിയു കിടക്കുന്നത്. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞത് 3 ദിവസം കൂടി കഴിഞ്ഞാലേ പറയാൻ പറ്റൂന്ന്. ഐസിയുന്ന് വാർഡ് കൊണ്ടുവന്നിട്ടില്ല. എന്താ ഇപ്പൊ പറയണ്ടേ? അതെ, സാറൊന്ന് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, തീർച്ചയായും. ആരും അങ്ങനെ കിടക്കരുത് എന്നാണല്ലോ നമ്മുടെ എല്ലാവരും ആഗ്രഹം. ഹലോ, പറഞ്ഞു. എന്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ യുഎഇയിലാണ് ഉള്ളത്. ഞാനൊരു ട്രാവൽ ബാനിലാണ് ഉള്ളത്. എന്ത് പറ്റി? ഞാന് 21 വർഷത്തിന് ശേഷം എനിക്കൊരു മോനുണ്ടായി. ഞാൻ നാട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടുത്തെ റൂം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു മെയിൽ ചെയ്തിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ വന്നപ്പോ അവര് കേസാക്കി ട്രാവൽ ബാൻ ആക്കി. ഇപ്പൊ 27,400 രൂപ അടച്ചാലേ എനിക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഒരു എഡിറ്റോറിയൽ ന്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, മറ്റേ അരുൺ രാഘവൻ സാർ വന്നിട്ട്. അപ്പോഴ് അതിന് ഒരാള് വില്ലിങ് ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ പറയുന്ന ക്യാഷ് അടയ്ക്കാൻ അവര് വില്ലിങ് ആണ്. ബാക്കി കുറച്ചുകൂടി ക്യാഷ് വേണം എന്നുണ്ട്. പുതുതായിട്ട് വേറെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും? 1.5 വയസ്സായ മോനുണ്ട്. കുഞ്ഞു നാട്ടിലാണ് ഇപ്പൊ ഷുഗർ ഒക്കെ കൂടിയിട്ട് 497 ഫാസ്റ്റിംഗ് ഷുഗർ. നിങ്ങൾ എവിടെ എന്ത് ജോലി ചെയ്യണേ? ഞാൻ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. ഇവിടെ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അത് ആ കാരണത്താൽ വലിയ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യിപ്പിച്ചു. ഞാനിപ്പോ വെറുതെ റൂമിൽ ഇരിക്കുകയാണ്.
അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താണ് യഥാർത്ഥ വിഷയം? എവിടെയാണ്? മുമ്പേ താമസിച്ച ഫ്ലാറ്റിന്റെ ആണോ വാടക? താമസിച്ച ഫ്ലാറ്റിന് ചെക്ക് ഒന്നും ബൗൺസ് ആയിട്ടില്ലായിരുന്നു. 5 ചെക്ക് കൊടുത്തിരുന്നു. 5 ചെക്കും ബൗൺസ് ആയില്ല, ക്യാഷ് ആയി പോയി. പക്ഷെ ഞാൻ നാട്ടിലായപ്പോഴാണ് പ്രഗ്നന്റ് ആയത്. അപ്പൊ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പൊ റൂം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഇവിടെ ഇറങ്ങിയപ്പോ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവര് ബാനാക്കി. നിങ്ങൾ ഷാർജയാണോ ദുബായ് ആണോ? ഞാൻ അജ്മാനിലാണ്. കേസ് കൊടുത്തില്ലേ? കേസ് അവര് കേസാക്കി സാർ. എനിക്ക് ക്യാഷ് അടച്ചാലേ എനിക്ക്. അല്ല, നിങ്ങൾ പോയില്ലേ ഇതിന്റെ അപ്പീലിന് പോയില്ലേ? ഓ, എല്ലാം ചെയ്തു. പക്ഷെ വിധി വന്നത് ആ പൈസ അടച്ചാലേ പറ്റുള്ളൂ എന്നാണ്. റിയൽ എസ്റ്റേറ്റിന്റെ വിഷയം അതാണ്. റിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഞാൻ 1.5 വർഷമായിട്ട്. ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോ എത്ര എമൗണ്ട് ഡിഫറൻസ് ഉള്ളത്? 27,400 രൂപയാണ് അടയ്ക്കാനുള്ളത്. പിന്നെ സേവറേജ്, കറണ്ടിന്റെ ഒരു കുറച്ച് പൈസ, അങ്ങനെ കുറച്ചുണ്ട്. അപ്പൊ ഇനിയിപ്പോ എത്ര? അപ്പൊ ആരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേ? അത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് 20,000 രൂപയാണ് ഞാൻ പറയുന്നത് ആ വീഡിയോയിൽ. പക്ഷെ ഇപ്പം അവസാനത്തെ 20,625 ദിർഹംസ്. പക്ഷെ അതിപ്പോ ഞാന് ഇപ്പൊ ലാസ്റ്റ് കോർട്ടിൽ പോയി അത് അടയ്ക്കാനുള്ള പേയ്മെന്റിന് പിന്നെ ഇത് കൊടുത്തപ്പോ വന്നത് 27,400 ദിർഹംസാ. അപ്പൊ ഒരുമിച്ച് 7,400 രൂപ കൂടിയില്ലേ? കൂടും. ഇനി ആരെങ്കിലൊക്കെ വരുമോ നോക്കാം നമുക്ക്. അരുണല്ലേ? അരുൺ ചെയ്തല്ലേ വീഡിയോ? അരുണൊന്നും ഇൻഫോം ചെയ്തോ? ചെയ്തിട്ടുണ്ട്. ആൾക്കാരുണ്ടാവും, വരും. ആൾക്കാർ വേറെ വരും കേട്ടോ. ഓക്കെ സാർ. വേറെ വരും, ഹെൽപ്പ് ചെയ്യോ? ശരിയാ. ഹെൽത്ത് ഓക്കെ അല്ല കുഞ്ഞു നാട്ടില്. ഓക്കെ. എന്തിനാ നിങ്ങൾ യു എയിലേക്ക് തിരിച്ചു പോയത്? എന്താ? യു എയിലേക്ക് എന്തിനാ തിരിച്ചു പോയത്? എനിക്കിവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു സാർ. ബ്യൂട്ടി പാർലർ ആയിരുന്നു. സലൂണൊക്കെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ ഇത് ചെയ്തു, വലിയ അടച്ചു. ഓക്കെ, താങ്ക് യു. ഇനി അറിയില്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് വിടവാങ്ങാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ആൾ. മറ്റേ ക്ലാസ്സിലേക്ക് കയറിക്കൊള്ളൂ. താങ്ക് യു സർ.